ചേട്ടാ ചേട്ടാ ഒന്നിങ്ങ് വന്നേ. അമ്മു, എടി അമ്മു, എന്താ? അവനിപ്പോ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടന്നേ ഉള്ളൂ. നിങ്ങൾ പോയി പൂ പറിച്ചിട്ടോ. ഓ ശരി. ചേച്ചി വരുന്നുണ്ടേ, വാ, ഞാൻ പോകുവാ. എടാ എടാ മാസ്ക് വെച്ചിട്ട് പോടാ. അതിന് ഇവിടെ വരെ പോകാൻ എന്തിനാ മാസ്ക്? എവിടെ പോണെങ്കിലും മാസ്ക് വെച്ചിട്ട് പോണം. അപ്പോ ഇന്നാ നിന്റെ മാസ്ക്. അച്ഛാ പോയിട്ട് വരാവേ. ആ കറങ്ങി തിരിയാതെ നേരത്തെ വന്നാക്കണേ. എടാ അപ്പു മാസ്ക് വെക്കടാ. അപ്പോ ഒന്ന് വന്ന് പറിക്കടാ. ചേച്ചി ഒറ്റക്കിരുന്നങ്ങ് പറിച്ചു. കേറി വാടാ. ചേച്ചി പൊക്കോ, ഞാൻ പിന്നെ വരാം. ചേട്ടൻ ഇപ്പൊ എഴുന്നേറ്റ് കാണും. ഇനി എപ്പ പോയിട്ട് തീരാനാ? നീ ഇങ്ങ് കേറി വന്നേ. പൂ കിട്ടിയാ മക്കളെ? കിട്ടിയച്ചാ. അപ്പൊ ഇതങ്ങ് വെച്ചേക്ക്. അമ്മു, നീ ഇതൊരു പൂവിട്ട് കഴിഞ്ഞില്ല? കഴിഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ? ഇൻസ്റ്റയിടാനല്ലേ. പിന്നില്ലാതെ. അത് പിന്നെ സ്ഥിരം പരിപാടിയാണല്ലോ. എല്ലാം ചെയ്യാൻ ഞാനും, ഫോട്ടോ എടുത്ത് ഇൻസ്റ്റയിൽ ഇടാൻ ചേട്ടനും. എന്താ മാഡം, നല്ല സീരിയസ് ആണല്ലോ. ചേട്ടൻ എന്ത് പണിയാ കാണിച്ചേ? ഇന്ന് രാവിലെ പൂ പറിക്കാൻ വരാന്ന് പറഞ്ഞിട്ട് വന്നോ? എന്റെ ഓണത്തപ്പന ഉണ്ടാക്കുന്ന കാര്യം എന്തായി? എടി, ഓണത്തപ്പനെല്ലാം ഞാൻ രാത്രി തന്നെ സെറ്റ് ആക്കിയായിരുന്നു. ശരിക്കും? അതെ അമ്മു. ആ അപ്പൊ ഓക്കെ. എന്തെങ്കിലും ഇവിടെ കാണുവോ അതോ ഡ്യൂട്ടി എന്ന് പറഞ്ഞു പോവോ? ഇന്ന് ഫുൾ ഞാൻ ഇവിടെ കാണും അമ്മു. മാവേലി, ഇതെന്താ മാവേലി, മാസ്ക് ഒന്നുമില്ലേ? മാസ്കോ? അതെന്താ? അപ്പം മാവേലി ഒന്നും അറിഞ്ഞില്ലേ? നാട്ടിൽ മുഴുവനും കൊറോണയാണ്. മാസ്ക് വെക്കാതെ ഇപ്പോൾ വെളിയിൽ പോലും ഇറങ്ങാൻ പാടില്ല. എന്നിട്ട് നാം വരുന്ന വഴിക്ക് ആരെയും മാസ്ക് ധരിച്ച് കണ്ടില്ലല്ലോ. തക പുക ലോകം മുഴുവൻ ചുറ്റിട്ടുള്ള വരവാണോ? അടുത്തുള്ള സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചിട്ടാണ് നാം വരുന്നത്. അയ്യോ, അവിടെ എല്ലാവർക്കും കൊറോണ ഉണ്ടല്ലോ. അയ്യോ, അപ്പൊ മാവേലി ക്വാറന്റൈൻ പോണ്ടി വരില്ലേ? ഹെൽത്തുകാരെ വിളിക്കണ്ടേ? അതിപ്പോ എന്തിനാ? ഇവിടെ ഡോക്ടർ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഹെൽത്തുകാരെ വിളിക്കുന്നത്? മാവേലിക്ക് എന്തായാലും പ്രൈമറി കോണ്ടാക്ട് ഉള്ളത് കൊണ്ട് മാവേലിക്ക് ക്വാറന്റൈൻ വേണം. നമ്മുടെ കൂടെ വീട്ടിൽ തന്നെ ഹോം ക്വാറന്റൈൻ ചെയ്യാം.
പെട്ടല്ലോ ദൈവമേ. ഭരണകർത്താക്കൾ നിർദ്ദേശിക്കുന്നത് അനുസരിക്കാൻ പ്രജകൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ ഈ ഓണം ഇവിടെ തന്നെ.